ഷാനവാസ് അങ്ങനെ അനീഷിനോട് പറഞ്ഞത് അനീഷിന് വേദനപ്പെടുത്തിയോ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കിയോ? ഇത് ചോദിക്കുന്നത് ജയിലിൽ കിടന്ന് ലക്ഷ്മി അനീഷിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരു ദിവസം അനീഷ് സുപ്രഭാതവും ഡാൻസും ഇതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാഞ്ഞത് വേദന കൊണ്ടാണോ? അങ്ങനെ ഷാനവാസ് ഈ വസ്തുക്കൾ വിറ്റ് PR കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ? അങ്ങനെയാണ് അതുകൊണ്ടാണോ ഡാൻസ് കളിക്കാതിരുന്നത്, പിന്നെ എന്താ പറയുന്നത്, സുപ്രഭാതം പറയാഞ്ഞത് എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ്. അപ്പം ലക്ഷ്മി അങ്ങനെ ചോദിക്കുമ്പോൾ അനീഷ് അത് പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് വേദനയായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇന്ന് സങ്കടമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വീട്ടിടാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? മോർണിംഗ് ആക്ടിവിറ്റിയിലും ഒരു നല്ല ആളിനെയും മീൻസ് അവർ എപ്പോഴും എപ്പോഴും അവർ ഓർക്കുന്ന ഒരാളിനെയും അതുപോലെ തന്നെ ഒരിക്കലും ഓർക്കാത്ത ഒരാളിനെയും ജനങ്ങൾ ഓർക്കാത്ത ഒരാളിനെയും പറയാൻ പറഞ്ഞു. അപ്പം എല്ലാവരും കൂടുതലും പേരും പറഞ്ഞത് നിവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത്. ഷാനവാസ് അനീഷിൻ്റെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ആരും ഓർക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത്. സത്യമായിട്ട് പറഞ്ഞാൽ ലക്ഷ്മി എല്ലാവരും ഓർക്കും. കാരണം ഒരുപാട് പേര് LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് ലെസ്ബിയൻസ് ഇവിടെ താമസിക്കുന്ന ആദില ലെസ്ബിയൻസ് അവർ ഹ്യൂമൻ ബീങ്സ് ഒക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടം, കാര്യങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ക്യാരക്ടർ, അവരുടെ വൃത്തികേടുകളുള്ള വർത്തമാനങ്ങൾ, രാത്രി ലൈവിൽ നമ്മൾ രാത്രി കാണുന്നതാണ് വളരെ മോശമായിട്ടുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള ഭാഷയിലുള്ള കോമഡി, തരംതാണ കോമഡികൾ, നൂറാടെയൊക്കെ വായിന്ന് എന്ത് വൃത്തികേടാണെന്നറിയാം പറയുന്നത്, അത്രമാത്രം വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ആദിലയുടെ ഈ ആരെയും അടിക്കുന്ന ഒരു സ്വഭാവം, വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ. പിന്നെ ഇവർക്ക് കളിയില്ലല്ലോ, നൂറായ്ക്കും അതിലേക്കൊന്നും ഒരു കളിയില്ല. LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ ബേസ് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന രണ്ടാൾക്കാരും. അപ്പം ഇവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിയൊക്കെ അങ്ങ് വളരെ മോശമായി. ഒരു നിമിഷം ചിന്തിച്ചൂടെ, ലക്ഷ്മിയൊക്കെ ആ ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടായി പോകേണ്ട ആൾക്കാരായിരുന്നു. എന്തുകൊണ്ട് നിന്നു? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി അവിടെ ആ ഒരു നിലപാട് എടുത്തത് കൊണ്ട് മാത്രമാണ് ലക്ഷ്മി നിന്നത്. അപ്പം അവരെ അനുകൂലിക്കാത്ത അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായത് കൊണ്ടല്ലേ ലക്ഷ്മി അവിടെ നിൽക്കുന്നത്. അത്ര ഒരു ചെറിയ ബോധമെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. ലക്ഷ്മിയുടെ പേരാണ് ആരും ഓർക്കാത്ത കാര്യങ്ങളൊന്നും. അപ്പോൾ ലക്ഷ്മിയെ സത്യം പറഞ്ഞാൽ പോസിറ്റീവ് ഉള്ള ആൾക്കാരെ കണ്ട് കൂടുതൽ നെഗറ്റീവ് ഉള്ള ആൾക്കാരെയാണ് നമ്മളെല്ലാം ഓർക്കുക അല്ലേ. ലക്ഷ്മിനെ നമ്മൾ ഉറപ്പായിട്ട് ഓർക്കും. ഇപ്പോൾ നമ്മൾ ആദിലെ ഓർക്കുന്ന പോലെ. പിന്നെ ബിന്നിനൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല. ബിന്നിയൊന്നും ഒരുപാട് വലിയ കുഴപ്പങ്ങളൊന്നും ചെയ്ത ആൾക്കാരല്ല, ചെറിയ കുശുമ്പ് കുന്നായ്മത്തരമൊക്കെ ചെയ്തെങ്കിലും ബിന്നിയൊന്നും നമ്മൾ ഓർക്കത്തില്ല. കാരണം അവർക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. നൂറെ ആരെങ്കിലും ഓർക്കും. പിന്നെ ഈ ആദില നൂറ എന്നുള്ള ലെസ്ബിയൻസിൻ്റെ ഒരു ഇത് കൊണ്ട് മാത്രമായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ കൂടുതലും പേര് ഓർക്കാനായിട്ട് നിവിനാണ് പറഞ്ഞത്. അപ്പോൾ ഒട്ടും ഓർക്കാത്ത ആൾക്കാരിൽ ലക്ഷ്മിയാണ് പറഞ്ഞത്. അപ്പോൾ അത് മോർണിംഗ് ആക്ടിവിറ്റി. ഷാനവാസ് വളരെ നന്നായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്താണ് അനീഷിനെ പറഞ്ഞത്. അനീഷാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള, എല്ലാവരും ഓർക്കുന്ന ആളായിരിക്കും. അതുപോലെ ഗെയിമറാണ്, പിന്നെ അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആണ്, മറ്റേതാണ് മറിച്ചേതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ജയിൽ ടാസ്ക് വന്നത്. ജയിൽ ടാസ്കിലേക്ക് എന്തിനാണ് അനീഷിനെ കയറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ഇവർക്കെല്ലാം കൊട്ടാനായിട്ടൊരു ചെണ്ട വേണമല്ലോ. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ കുറച്ച് വീക്കായിട്ട് തന്നെ അനീഷിൻ്റെ തോളിലാണ് എല്ലാവരും, കുറച്ച് വീക്കായിട്ട് അനീഷിനെ തന്നെയാണ് എല്ലാവരും ജയിലിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയിലിൽ വിട്ടു. അനീഷും ലക്ഷ്മിയുമാണ് ജയിലിൽ പോകുന്നത്. ഈ ആദിലനൂർക്കൊക്കെ ഒരേ ഒരു ഗെയിമേ ഉള്ളൂ. ലക്ഷ്മി പണ്ട് പറഞ്ഞ വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ളൊരു സംഭവം പിടിച്ചോണ്ട് ഇപ്പോഴും ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീട്ടിൽ കയറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റാൻ ഇഷ്ടമില്ലാത്തൊരു ഡബർ ഞങ്ങളെ ലാലേട്ടൻ വീട്ടിൽ കയറ്റുമല്ലോ. എന്നല്ലേ ലാലേട്ടൻ വീട്ടിൽ കയറ്റുന്ന എല്ലാവരും, ലാലേട്ടൻ വീട്ടിൽ കയറ്റുന്ന എല്ലാവരെയും മറ്റുള്ളവരെല്ലാം വീട്ടിൽ കയറ്റണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തവരൊന്നും ഞാൻ വീട്ടിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ മാത്രമേ വീട്ടിൽ കയറ്റത്തുള്ളൂ. അല്ല ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവും, ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവത്തില്ല. അത് ലെസ്ബിയൻ ആയാലും ഗേ ആയാലും സാധാരണ മനുഷ്യന്മാരായാലും ഇവർ അസാധാരണ മനുഷ്യന്മാരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവർ സാധാരണ മനുഷ്യന്മാരൊന്നുമല്ല. ഇവർ നോർമലായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഗൈസ്. നിങ്ങളിപ്പോൾ എന്നെ എത്ര ക്രിട്ടിസൈസ് ചെയ്താലും എനിക്കിവരെയൊന്നും നോർമൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോർമൽ റിലേഷനാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെ പ്രൊഡക്ഷൻ, നമുക്കൊരു പ്രത്യുൽപാദന ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യരാശി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ പെൺപിള്ളേർ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വക്കീലാണ്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്ന ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് 10 ദിവസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ ഒരു കൊച്ചായി കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും പെണ്ണും കല്യാണം കഴിക്കുന്നതും ആണും കല്യാണം കഴിക്കുന്നതും പ്രകൃതി വിരുദ്ധതയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അവരുടെ ക്യാരക്ടർ എന്നാൽ എൻ്റെ സ്വഭാവം, ബിഹേവിയർ അനുസരിച്ചിരിക്കും ഞാൻ വീട്ടിൽ കയറ്റേണ്ടതെന്ന് ആലോചിക്കുക. പിന്നെ ഞാൻ വീട്ടിൽ കയറ്റിയിട്ട് ഇങ്ങനെയുള്ളവർക്ക് ജീവിക്കേണ്ട, നീ വീട്ടിൽ കയറ്റിയിട്ടൊന്നും കാര്യം സഹിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതെൻ്റെ കാര്യം മാത്രമാണ്. പിന്നെ ലാലേട്ടൻ വീട്ടിൽ കയറ്റുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് കയറ്റാൻ പറ്റുമോ? ലാലേട്ടൻ വീട്ടിൽ കയറ്റുന്നെങ്കിൽ ലാലേട്ടൻ വീട്ടിൽ കയറ്റിക്കോട്ടെ. ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ സൗകര്യമില്ലേ, ലക്ഷ്മി കയറ്റത്തില്ല, അത്ര തന്നെ. ലാലേട്ടൻ കയറ്റിയത് കൊണ്ട് ലക്ഷ്മി കയറ്റണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്?
പോയി പണി നോക്കാൻ പറയും അല്ലേ. അപ്പം അതേ ഉള്ളൂ. അപ്പം ഇപ്പോഴും വീട്ടിൽ കയറ്റാത്ത, നിങ്ങൾ വീട്ടിൽ കയറ്റാത്ത ആൾക്കാരാ ലാലേട്ടൻ ഞങ്ങളെ വീട്ടിൽ കയറ്റും. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിലേക്ക് നൂറാക്കുള്ള ഗെയിം. അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജയിലിലുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോണത്. അപ്പോൾ ജയിലിൽ ലക്ഷ്മി എന്തായാലും അനീഷിനെ അതിനുശേഷമല്ല, വൈൽഡ് കാർഡായിട്ട് വന്നപ്പോൾ തന്നെ അനീഷിനെ ആദ്യം കയറി ഒന്ന് പിന്നെ ചൊറിയാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നെ ലക്ഷ്മിക്കറിയാം അനീഷ് അവിടെ നിൽക്കുമെന്ന് മനസ്സിലായി. പിന്നെ അനീഷിനെ ഒരുപാടങ്ങ് പ്രശ്നങ്ങളായിട്ട് ലക്ഷ്മി പോകുന്നത് ഞാൻ കാണുന്നില്ല. ലക്ഷ്മിനെ ആവശ്യമില്ലാത്ത എല്ലാ വള്ളികളും പിടിക്കുന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ അനാവശ്യമായിട്ടുള്ള വള്ളികളിലെല്ലാം പോയി തൂങ്ങുമെന്ന്. പക്ഷേ എന്തായാലും അന്നത്തെ ആ ഒരു പ്രശ്നം, സുപ്രഭാതം അനീഷ് പറയാത്ത ആ ദിവസവും അതിനുശേഷം ഡാൻസ് കളിക്കാത്ത ആ ദിവസത്തിന് ശേഷം ലക്ഷ്മിക്ക് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ലക്ഷ്മി ഇന്നിപ്പോൾ ജയിലിൽ അതാണ് ചോദിക്കുന്നത് അനീഷിനോട്. അനീഷിന് അന്നത്തെ വേദന കൊണ്ടാണോ അന്ന് സുപ്രഭാതം പറയാഞ്ഞ് ഡാൻസ് കളിക്കാൻ? സ്വാഭാവികമായിട്ടും അതാണല്ലോ. ഞാനൊക്കെ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, പാട്ട് പാടി എല്ലാവരും ഡാൻസ് കളിക്കുന്നു, നമ്മുടെ അനുമോളെ ഒന്ന് ചോദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് അവിടെയുള്ള കാര്യങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വന്ന ജേർണി പറഞ്ഞു കൊടുക്കുകയാണ്. മൈജിയിൽ പോയിട്ട് അവിടെയുള്ള ഒരു മൈജിയിൽ പോയിട്ട് ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്തെന്നും അത് അയച്ച കാര്യവും, പിന്നീട് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തെന്നും, പിന്നെ അതിനുശേഷം ഇവർ അന്ന് ഷൂട്ട് ചെയ്യാൻ വരുമല്ലോ, ഒരു നമ്മളെ ആദ്യം കയറുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ എല്ലാവരും തിരക്കിയെന്ന്. അപ്പോൾ പറഞ്ഞത് എൻ്റെ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല. ബിഗ് ബോസിലേക്ക് വന്ന കാര്യം ആരോടും പറഞ്ഞില്ല. അറിയിപ്പ് കഴിച്ച് 3-ാമത്തെ ദിവസമായിരുന്നു ഇങ്ങോട്ട് പോരേണ്ടിയിരുന്നത്. ഒരു പ്രിപ്പറേഷനും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ലല്ലോ, ഒരുപാട് വ്യത്യാസങ്ങളല്ലേ. നമ്മൾ വിചാരിച്ചു കൊണ്ട് വരുന്ന കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം നെഗറ്റീവായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയുന്ന പോസിറ്റീവ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷ്മി ചോദിക്കുന്നു, അപ്പോൾ നാട്ടുകാരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അവരൊക്കെ കണ്ടപ്പോൾ അന്തം വിട്ടുകയാണ്. ഞാനിങ്ങനെ ഇവിടെ വന്നു ബിഗ് ബോസിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അന്തം വിട്ടില്ലായിരിക്കും, ഭയങ്കരമായിട്ട് അതിശയിച്ച് കാണുമെന്നൊക്കെ പറയണം. അപ്പോൾ പറഞ്ഞ് ഈ ഫെയിമൊക്കെ കിട്ടുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ അതറിയില്ല, ഇനി എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ നോർമലായിട്ട് തന്നെ ആയിരിക്കും പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് നന്നായിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മിയായിട്ട് വളരെ നന്നായിട്ട് കോൺവെർസേഷൻ, അവരുടെ ആ ഒരു കോൺവെർസേഷൻ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരെയും ജയിലിലിട്ടപ്പോൾ ഇവരെ തന്നെയാണ് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർക്ക് ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് പറയുന്ന ഫില്ലർ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കുറേ കുപ്പിയും കൊടുത്തിട്ടുണ്ട്. ആ കുപ്പിക്കകത്ത് ഇങ്ങനെ വെള്ളം നിറയ്ക്കണം. അത് കണ്ടപ്പോൾ തന്നെ ആദ്യം ഇത് വളരെ ചെറിയ വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മുഖം വീർപ്പിച്ചു പോകുന്നു. പിന്നെ എന്താണ് ഇവരുടെ വിചാരമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കളിയും കളിക്കാത്ത, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആദിലായിരുന്നു ജയിലിൽ കയറ്റേണ്ടത്. ഈ ആദിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു ക്യാപ്റ്റനായിട്ട്. അതുപോലെ തന്നെ ഈ ഷാനവാസ് ആരിനെ തല്ലി. ഇതൊന്നും ആർക്കും ഒരു കണക്കിലെടുപ്പുമില്ല. ഇതിനൊന്നും ജയിലിൽ വിടാതെ ഇവരെ എന്തിനാണ് ജയിലിൽ വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ലക്ഷ്മിയാണെങ്കിൽ കിച്ചണിൽ കിടന്ന് ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് പിന്നെ അതിനൊക്കെ ആ ടാസ്കും ചെയ്തു. പിന്നെ അനീഷ് ആണെങ്കിൽ എന്താണ് പ്രശ്നം പറഞ്ഞാൽ, അനീഷ് സാബു അണ്ണനോട് സംസാരിക്കുന്നത്, അത് സാബു അണ്ണൻ തിരിച്ച് റോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് തിരിച്ച് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ചു. അതിനെന്തിനാണ് ജയിലിൽ പോകുന്നത്? അപ്പം പിന്നെ തിരിച്ചിങ്ങോട്ട് ചോദിക്കാൻ, വലിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടല്ല ജയിലിൽ പോകുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്ത് അവിടെ ആളുണ്ടല്ലോ. ഷാനുക്ക് എന്താണ് ഷാനവാസ് അവിടെ ചെയ്തത്? ഷാനവാസ് പിന്നെ ആരിനെ അടിച്ചു, ആരിനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അത് തന്നെ ഒരു വലിയ കുറ്റമല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ജയിലിൽ വിടേണ്ടത്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവർ രണ്ടുപേരും ജയിലിൽ പോയി. പക്ഷേ ഇവർ ജയിലിൽ പോകണം, ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് സംസാരിക്കാം, ഇവർക്ക് എന്തൊക്കെ സംസാരിക്കാം, നന്നായിട്ട് സംസാരിക്കാം. പിന്നെ അതാണൊക്കെ അവർക്ക് അവിടെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് ടാസ്ക് ചെയ്യാം. ഇവരെ ആയിരിക്കും ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ജയിലിൽ പോകണമെന്നാണ് നല്ലത്. പിന്നെ നമുക്ക് നമ്മുടെ അനുമോളെ കുറിച്ച് പറഞ്ഞാൽ, അനുമോളാണെങ്കിൽ ഈ പണ്ട് ആരിൻ്റെയും ജിസേലിൻ്റെയും പ്രശ്നം, എനിക്ക് അനുമോളെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അനുമോളുടെ കുറിച്ച് നെഗറ്റീവ് വീഡിയോ ഇടാനുള്ള ഭയങ്കര വിഷമമാണ്. ഞാൻ ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അനുമോളുടെ ആ ഒരു കുറച്ച് നോട്ടി ക്യാരക്ടർ എനിക്കുണ്ട്. നോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കുസൃതി തരങ്ങൾ. പക്ഷേ ഞാൻ ഒഫീഷ്യലി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്, ഭയങ്കര സീരിയസ് ആണ്. അപ്പം നമ്മളത് പല്ലുപോലും പുറത്ത് കാണില്ല, എന്നാൽ ചിരിക്കില്ല, വർത്തമാനം പറയുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ വീട്ടിൽ ഞാൻ ഭയങ്കര നോട്ടയാണ്. വീട്ടിൽ ഞാൻ വന്നാൽ ചുമ്മാ ചിരിച്ച് കളിച്ചപ്പോഴും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതേ കണക്കുള്ളൊരു ക്യാരക്ടർ എനിക്കുണ്ടായതുകൊണ്ടാണ് എൻ്റെ വീട്ടിലും അനുമോളെ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ അനുമോളുടെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ജിസേലും ആര്യനുമായിട്ടുള്ള സംഭവം ഇന്നും ഇരുന്ന് നൂറായോട് പറയുന്നു, എപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് ഇത്രയും കൂടുതൽ അവർ ഈ അനുമോൾ അതിനകത്ത് ഇൻവോൾവ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് പറയുന്നത് എന്താണ്, ആര്യൻ പഴയതുപോലെ തന്നെ പിറ്റേന്ന് തന്നെ ഭയങ്കര ഹാപ്പിയായി, എനിക്കത് മനസ്സിലാവുന്നേ ഇല്ലെന്ന്. അനുമോളെ തന്നെ ഒരുപാട് പ്രണയ പരാജയങ്ങളല്ലേ, 2-3 പല പ്രണയ പരാജയങ്ങൾ അനുഭവിച്ച് വളരെ വേദനിച്ച ഒരു വ്യക്തിയല്ലേ. പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചകഞ്ഞ് പോകാൻ നോക്കുന്നതും വളരെ
മോശമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അത് കളഞ്ഞില്ലെങ്കിൽ അനുമോൾ താഴോട്ട് നെഗറ്റീവായിട്ട് പോകും. ഒരു കപ്പ് ഉയർത്താനായിട്ട് ശേഷിയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ താഴോട്ട് ഈ ആദില നൂറയുടെ കൂട്ടുകൂടി താഴോട്ട് പോവുകയാണ്. നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചാൽ നന്നായിട്ട് കളിക്കുക, അത് മാത്രമേ ഉള്ളൂ.